ഗൈസ് സുഖമാണോ എല്ലാവർക്കും? 2 ദിവസമായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് വീഡിയോസൊക്കെ എവിടെ. അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ട് നമുക്ക് ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മൾ ചെമ്മീനെല്ലാം കഴുകി വൃത്തിയാക്കി അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ഉപ്പും വെള്ളം കൂടിയിട്ട് നന്നായി ചാലിച്ചതിന് ശേഷം നന്നായി തിളപ്പിച്ചെടുക്കുക. ഞാൻ കൂടുതൽ എല്ലാ സാധനങ്ങളും ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു സവാള 2 പീസാക്കിയിട്ടും അതേപോലെ തന്നെ ഒരു തക്കാളി എടുക്കുക. എന്നിട്ട് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, ഞാൻ കൂടുതൽ ഈസ്റ്റേണിൻ്റെ യൂസ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം കട്ട് ചെയ്ത് വെക്കുക. ഒരു 2 പച്ചമുളകും എടുക്കുക, അതും കുനുകുനാന്ന് അരിയുക. അതേപോലെ തന്നെ വെളുത്തുള്ളിയും ചെറുതാക്കി അരിയുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഞാൻ അതേപോലെ ഒരു പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് വെച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് ശേഷം നമ്മുടെ ഓയിൽ എടുത്തതിന് ശേഷം നമ്മുടെ ഫ്രൈ പാൻ എടുത്തു. ഫ്രൈ പാനിൽ നമ്മൾ അത്യാവശ്യം ഈ ഫ്രൈ പാനിൽ ഒരുപാട് ഓയിൽ വേണ്ട, അപ്പോൾ കുറച്ച് ഓയിലേ വേണ്ടുള്ളൂ. കുറച്ച് ഓയിൽ ഒഴിച്ചു. അതിന് ശേഷം ഞാൻ ആദ്യം ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തു. ഉള്ളി ആഡ് ചെയ്തതിന് ശേഷം ഉള്ളി നമ്മൾ നന്നായി വഴന്ന് വരണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നന്നായി ഉള്ളി വഴന്നതിന് ശേഷം ഞാൻ ഇതേപോലെ വെളുത്തുള്ളി കഷ്ണം ഇട്ടു, അതേപോലെ തന്നെ തക്കാളി ഇട്ടു, പിന്നെ പച്ചമുളക് ഇട്ടു. ഇത് വീണ്ടും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുത്തു. അത്യാവശ്യം നന്നായി ഇളക്കി കൊടുക്കണം, കാരണം നന്നായി വഴന്ന് വരണം. അതിന് ശേഷം നമ്മുടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഗരം മസാലപ്പൊടി, ഇത് മൂന്നും അത്യാവശ്യം ഒരു 1/4 ടീസ്പൂൺ വെച്ച് ഞാൻ നന്നായി ആഡ് ചെയ്ത് കൊടുത്തു. ഇത് ഞാനിപ്പോൾ തന്നെ ആഡ് ചെയ്യുന്നത് ഇതിലോട്ട് ഈ മസാലേൻ്റെ മിക്സ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് മുളകും പൊടിയും കൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഈ പാനിലധികം നമുക്ക് അത്യാവശ്യം ഒരുപാട് എണ്ണ വേണ്ട, അത്യാവശ്യം കുറച്ച് എണ്ണ മതി. എന്നിട്ട് അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെമ്മീനും ഈ വെള്ളം കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇതേപോലെ നന്നായി വഴന്ന് വരണം. കുറച്ചും കൂടി ഒന്ന് വേവണം, എന്നാലേ നമ്മുടെ ഈ മിക്സ് കാര്യങ്ങളൊക്കെ ഇതിലാവുള്ളൂ. അതിന് ശേഷം ഞാൻ വേപ്പിൻ്റെ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ്. അത്യാവശ്യം കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തു. എനിക്ക് എല്ലാ കറികളും കുറച്ച് ഒരു മധുരത്തിൻ്റെ ഒരു ചുവയാണ്, എന്നാലേ എനിക്കത് ഇഷ്ടമാവുള്ളൂ. ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തു. ഇക്കൂന് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ പഞ്ചസാര ആഡ് ചെയ്യുന്നത്. ഞാൻ ഈവൻ ചിക്കൻ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഒരു ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് മൂടി വെച്ചു. എന്നിട്ട് നന്നായി ഇളക്കി അതിന് ശേഷം നന്നായി വെന്തെന്ന് കണ്ടു. അടിപൊളി മണം കേട്ടോ. എന്നിട്ട് ഞാൻ മന്തി വാങ്ങിയതുണ്ടായിരുന്നു, അപ്പോൾ മന്തിയും ഇതേപോലെ തന്നെ നമ്മുടെ ചെമ്മീൻ ഫ്രൈയും കൂട്ടിയിട്ട് നല്ല ചോറ് വെച്ച് വീഡിയോ